quote is, don't take rest after your first victory. Because if you fail in second, more lips are waiting to say that your first victory was just a luck. Thank you, everyone. Sign in. Good morning, ma'am. Good morning, everyone. Positivity is the state of mind that help you to imagine and see the possibility of what you can learn, earn, and achieve today. Thank you, ma'am. Okay. കാണാമോ? കാണാം മാം. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. നവരാത്രിയൊക്കെ ആരംഭിച്ചു, അറിഞ്ഞോ? അമ്പലത്തിലേക്ക് പോയില്ലായിരുന്നു? അറിഞ്ഞു. പ്രാവശ്യം നിങ്ങൾക്കും പൂജ വെക്കാലോ അല്ലേ? അതെ മാം. വെക്കുന്നുണ്ടോ? സന്തോഷല്ലേ? എത്ര വർഷത്തിന് ശേഷമാണ്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ളതല്ലേ, അപ്പൊ ഒന്ന് വെച്ചേക്കാം. എല്ലാവരും നിർബന്ധമായിട്ടാണ് വ്രതമൊക്കെ എടുത്ത് പറ്റുന്നവരില്ല. ബോഡി കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഒന്ന് വ്രതം എടുക്കുക, അല്ലെങ്കിൽ ഒരു നോയമ്പൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്കറിയാലോ നവരാത്രി ഇന്നലെ ആരംഭിച്ചു. ആദ്യത്തെ ദിവസമായിരുന്നു, ഇന്ന് രണ്ടാമത്തെ ദിനമാണ്. അപ്പൊ ഓരോ ദിവസവും ദേവിക്ക് ഓരോ രൂപങ്ങളാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? കണ്ടിട്ടുണ്ട് മാം. അപ്പൊ ഇന്നലത്തെ ദേവി എന്ന് പറയുന്നത് ശൈലപുത്രി ആയിരുന്നു അല്ലെ? ഇന്നലെ ദേവി ശൈലപുത്രി, അതായത് എല്ലാ മൗണ്ടെയിൻസിന്റെയും അധിപതിയാണ് ആ ഒരു ദേവിയുടെ ആ ഒരു റെപ്രസെന്റേഷൻ കാണിക്കുന്നത്. ഓക്കെ, അതായത് മൗണ്ടെയിൻസിന്റെ അകത്ത് ഒരു പശുവിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്, എല്ലാ മലനിരകളുടെ നടുക്കായിട്ട്. ഓക്കെ, അത് ആ ഒരു ഗോഡസിനെയാണ് കാണിക്കുന്നത്. ഇന്ന് ബ്രഹ്മചാരിണിയാണ് ദേവി. ഇന്ന് ബ്രഹ്മചാരിണി എന്നൊരു രൂപമാണ് ദേവിക്കുള്ളത്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ ബ്രഹ്മചാരിണിയുടെ രൂപം? അല്ലെ? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത എന്നറിയാമോ? അതില് ജപമാലയുണ്ട്, കമണ്ഡലുണ്ട്. നമ്മളെ ഋഷിമാർ ഉപയോഗിക്കുന്ന കമണ്ഡലം കണ്ടിട്ടില്ലേ? നിങ്ങൾ നമ്മളിങ്ങനെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? യെസ്. ഓക്കെ, അതായത് നമ്മുടെ പാർവതി എന്നൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇതും വിശ്വസിക്കുന്നത്. അപ്പൊ ബ്രഹ്മചാരിണിയുടെ ഒരു പിക്ചർ ഞാൻ കാണിച്ചുതരാം. കാണാൻ പറ്റുമോ നോക്കൂ. കാണാമോ? കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് കാണുന്നില്ല. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴോ? ചെരിച്ചാ വെച്ചേക്കണേ, നേരെ വെക്കും മാം. മൊബൈലിന്റെ അറ്റാണ് കാണുന്നത്. ഒരു മിനിറ്റ് കാട്ടിത്തരാം. ഇപ്പൊ കാണാം. കണ്ടോ? ഭംഗിയല്ലേ? യെസ്, അതാണ് കമണ്ഡലം എന്ന് പറയുന്നത്. കണ്ടോ കയ്യില് കമണ്ഡലം. മാതാ ബ്രഹ്മചാരിണി. അപ്പൊ ഈ ഒരു രൂപമാണ് ഇന്ന്. ഇന്നത്തെ കളർ എന്ന് പറയുന്നത് ഇതിൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കളർ ഓരോ കളേഴ്സ് ഉണ്ട് ഓരോ ദിവസം. ഇന്നലെ വൈറ്റ് ആയിരുന്നു, ഇന്ന് റെഡ് കളറാണ്, നാളെ റോയൽ ബ്ലൂ ആണ്. അങ്ങനെ 9 ദിവസം 9 കളേഴ്സിലാണ് ദേവീനെ അലങ്കരിക്കുന്നത്. അപ്പൊ 9 രൂപങ്ങളിൽ 9 ഭാവങ്ങളിൽ. അപ്പൊ എന്റെ വീട് തൊട്ടടുത്ത് കുറെ തന്നെ ആയതുകൊണ്ട് ഇന്നലെയും പോയി ഇന്നും പോയി 9 ദിവസം പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ പോയപ്പോൾ ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. ഇന്നലെ അമ്പലത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് ഏറ്റവും അറ്റത്താണ് ദേവി ഇരിക്കുന്നത്. അതായത് ഇവിടുത്തെ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും വെള്ളമാണ്, വെള്ളത്തിൽ നിറച്ച് താമരകളുണ്ട്. താമരയുടെ നടുക്കായിട്ടാണ് ദേവി ഇരിക്കുന്നത്. പോയവർക്ക് അറിയാൻ പറ്റും. ആര്യ പോയിട്ടുണ്ടോ? ആര്യ ഏതമ്പലം മാം പറയുന്നത്? മൂകാംബിക. പോകണമെന്ന് ആഗ്രഹമുള്ളൂ, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ നെക്സ്റ്റ് വീക്ക് പോവാ മാം. പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നലെ ചെന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പുഞ്ചിരിക്കുകയാണ് ദേവി.
അത് ശരിക്കും നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നും. അപ്പൊ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് നല്ല പ്ലസന്റ് ആയിട്ട് ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മുടെ അങ്ങനെ ആരംഭം വരുന്നല്ലേ. അപ്പൊ നോക്കി നല്ലൊരു മന്ദസ്മിതം എന്നൊക്കെ പറയാം അതിന്. നമുക്കത് ശരിക്കും അതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് നമ്മളൊരു പ്രാർത്ഥനയ്ക്കോ ഒരു കാര്യസാധ്യതയോ ഒന്നും വേണ്ടി പോകുന്നതല്ല. അത് അമ്പലം എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ച് സമയം നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് അല്ലെ. അപ്പൊ ഒരു കാര്യമൊന്നും അവിടെ പോയി പ്രാർത്ഥിക്കൊന്നുമില്ല, കുറച്ച് സമയം അവിടെ നിൽക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണ്. അപ്പൊ 9 ദിവസം എനിക്ക് പോകാൻ പറ്റണേന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നലെ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ചിരിച്ചു നോക്കി നിൽക്കുമായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ കാണുന്ന ഭയങ്കര സന്തോഷമില്ലേ, നമ്മളെ നോക്കി എങ്ങനെ ചിരിക്കുന്നതാണപ്പോ. എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ അതെന്താണോ ഞാൻ അറിയില്ല, പക്ഷെ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇന്നും അതേ ഭാവം തന്നെ, നല്ല ചുവന്ന പട്ടൊക്കെ അണിഞ്ഞ് നല്ല പറ്റി നല്ല അതീവ സുന്ദരിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നാളെ മറ്റൊരു ഭാവമാണ്, നാളെ റോയൽ ബ്ലൂ കളറാണ്. അങ്ങനെ ഓരോ ദിവസം ഓരോ കളേഴ്സ് ആണ്. തൊട്ടടുത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി തൊഴുക കേട്ടോ. അപ്പൊ ഈ ഒരു 9 ദിവസം എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഒക്കെയാണ്. എല്ലാത്തരം തുടക്കത്തിനും നമ്മുടെ കുടുംബജീവിതത്തിനായാലും എല്ലാത്തിനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ 9 ദിവസം, ഈ നവരാത്രികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നല്ലൊരു മനസ്സോടുകൂടി നല്ല പ്രാർത്ഥനകളും അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കണം. ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നെങ്കിൽ മാക്സിമം പോയി. അമ്പലങ്ങളിലാണെങ്കിലും ഇനി പള്ളികളിലാണെങ്കിലും, ആ പള്ളികളിൽ നമ്മൾ അധ്യക്ഷത കുറിക്കാറില്ലേ നിങ്ങൾ പള്ളികളില് ഉണ്ടല്ലോ. എല്ലായിടത്തും ഒരേ ദൈവങ്ങൾ തന്നെയാണ് കേട്ടോ, ആരും വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരാൾ തന്നെയാണ്. യെസ്, പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? പോയി അല്ലേ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? പോയി മാം. പ്രത്യേകമായിട്ട് കുട്ടികൾ ഈ ഒരു ദിവസം നിങ്ങള് അമ്പലത്തിൽ കൊണ്ടുപോകണം കേട്ടോ. തൊഴിൽ കൊണ്ടുപോയി ഒരു സമയത്ത് നമ്മളിപ്പോ എന്താണ് ദുർഗാഷ്ടമിക്കാണ് പൂജ വെക്കുന്നത് അല്ലെ. അതിനുശേഷം വിജയദശമിക്കാണ് നമ്മളെ പൂജ എടുക്കുന്നത്. ആ ഒരു ദിവസമൊക്കെ കൊണ്ടുപോയി അവരെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടും ആ ഒരു ഇതൊക്കെ നമ്മുടെ ചെറിയ റിച്വൽസ് ആണ്. അതൊക്കെ കുട്ടികളൊന്നും അറിയട്ടെ. ഓക്കെ, എല്ലാ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും പോകാനായിട്ട് നിങ്ങളൊരു അവസരം ഉണ്ടായി കൊടുക്കുക. പറ്റുന്നവര് പോവാ കേട്ടോ. ഓക്കെ, ഈ വർഷം മോനെ എഴുത്തിനിരുത്തുവാ. 3 വയസ്സായോ? അവന് ഈ അടുത്ത ഫെബ്രുവരി ആകുമ്പോഴത്തേനും അവന് 3 വയസ്സ്. ഇപ്പൊ 2.5 ഇപ്പം പ്ലേ സ്കൂളിൽ 2.5 വയസ്സിനുള്ളിലാണ് ഇരുത്തേണ്ടത്. 3 വയസ്സ് കഴിയാൻ പാടില്ല അല്ലെ. അങ്ങനെയാണ്. പിന്നെ എന്താണ് റീജാൻ മിണ്ടാതിരിക്കുന്നത്? ഞാനിങ്ങനെ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏത് ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്? മാം ടെൻഡൻസിയുടെ ചാപ്റ്റർ എടുക്കാം. ഓൺ ടെൻഡൻസീസ് ഓഫ് മാൻ, അതാരും എടുത്തിട്ടില്ല അല്ലേ? യെസ്, എടുക്കട്ടെ കേട്ടോ ചാപ്റ്റർ. എവിടെ വരെ ജിഷാൻസിന്റെ ചാപ്റ്റേഴ്സ് തീരാറായോ? ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. നിഷാൻസിന്റെ ഏത് ചാപ്റ്റർ കഴിയുന്നേ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് വിഷയം എടുക്കുന്നത്. ഈ സാറ്റർഡേ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ബാച്ചിലറി കോൺവോക്കേഷൻ ആണ്. MT 6 and 7 ശനിയാഴ്ചയാണ്. നല്ല പിള്ളേരാ. നമ്മുടെ അഖില 6ൽ ഉണ്ടായിരുന്നു. അഖില ഇങ്ങോട്ട് മാറിയതാണ്. അഖില ഈ 2ാം ക്ലാസ്സിലാ. അഖില ഇപ്പൊ കേറാറില്ല മാം, എന്താന്നറിയില്ല. അഖില ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നു സ്കൂളില്. അഖില MT 6ലായിരുന്നു ആദ്യം, അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് മാറിയത്. ക്ലാസ്സിൽ കയറാൻ. അഖില ഏകോശാണോ? അഖില ചേമോഷ്.
2 ദിവസം എഴുതിയത്. ഇന്ന് പുള്ളിക്ക് എന്തോ വയ്യാന്ന് പനിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. യെസ്, യൂണിറ്റ് 9 ടെൻഡൻസീസ് ഓഫ് മാൻ. എല്ലാവർക്കും PDF കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, കാണാം. ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കാമോ ആരെങ്കിലും? ഞാൻ വായിക്കാം. Montessori had Montessori had much to say about world peace. She always talks about the importance of developing an understanding of the human problem and associative human society. She firmly believed that the way to do this was through the child and that the work of education was to establish a lasting peace. Throughout history, humans have relied on their genius and versatility for survival. Regardless of race, country, or culture, people follow similar patterns. After years of careful inspection in children, Maria Montessori was able to identify 14 important tendencies that compel human beings to make and refine the world around them, which she considered these as tendencies of man. They are exploration, order, gregariousness, communication, abstraction, interest, calculation, repetition, concentration, self-control, perfection, inventiveness, independence, and work. The Montessori prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. Because of this, Montessori teachers do not want to force their students to. Children are naturally drawn to the materials because they appeal to their instinctive drives. During her main years of inspection, children in a great variety of cultural environments, Montessori was able to identify 14 specific observable traits which she considered as tendencies of man. Okay, yes, very good. Yes, ടെൻഡൻസീസ് ഓഫ് മാൻ അല്ലേ? എന്താണ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ടെൻഡൻസീസ് ഓഫ് മാൻ എന്നൊരു ഭാഗം? അത് വേരിയസ് ഓരോ ബിഹേവിയർ, ടെൻഡൻസി ഓഫ് മാൻ പറഞ്ഞ ഓരോ ആസ്പെക്റ്റിൽ വേരിയസ് ഓഫ് ബിഹേവിയർ അല്ലേ? മനുഷ്യന്റെ പ്രവണതകൾ. യെസ്, മനുഷ്യന്റെ പ്രവണതകൾ അല്ലേ? ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്. റിയൽ ലൈഫിനോട് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് ഇത് കംപ്ലീറ്റഡ് ആയിട്ട്. അപ്പൊ മോണ്ടിസോറിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ലോക സമാധാനത്തെ കുറിച്ചിട്ട്, വേൾഡ് പീസിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ധാരാളം കാര്യങ്ങൾ, അതായത് പീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും അതിന് വേണ്ടിയിട്ടാണ് ആര് ശ്രമിച്ചിരുന്നത്? മോണ്ടിസോറി ശ്രമിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ മോണ്ടിസോറിയുടെ അഭിപ്രായ പ്രകാരം, മോണ്ടിസോറിയുടെ കണ്ടെത്തലുകൾ നമ്മളിത് ബ്രീഫ് ചെയ്താണ് പറയുന്നത്. ഇത് ഓരോന്നിനും അർത്ഥം പ്രത്യേകം ഓരോ വാക്കുകളായിട്ട് എടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ മോണ്ടിസോറി എന്താണ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം കോൺട്രിബ്യൂഷൻസ് അത് കണ്ടെത്താനുള്ള രീതിയിലുമാണ് അവർ കണ്ടെത്തിയിരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, മനുഷ്യന്റെ പ്രശ്നത്തിനെ കുറിച്ച് അല്ലെ, ഹ്യൂമൻസിന്റെ പ്രോബ്ലംസിനെ പറ്റിയും അല്ലെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റിനെ പറ്റിയും കൂടുതൽ അടുത്തറിയാനായിട്ട് മോണ്ടിസോറി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ആ ഹ്യൂമൻ പ്രോബ്ലംസും ഓരോന്ന് അടുത്തറിഞ്ഞ സമയത്താണ് എഡ്യൂക്കേഷൻ അവിടെ ഒരു പ്രാധാന്യമുണ്ടെന്ന്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ആര് മനസ്സിലാക്കിയത്? അതായത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമാധാനത്തിലേക്കുള്ള വഴി കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് ആര് മനസ്സിലാക്കി? മോണ്ടിസോറി തിരിച്ചറിഞ്ഞു അല്ലെ? അതായത് ഒരുപാട് ഹ്യൂമൻ പ്രശ്നങ്ങളിലൂടെ, മനുഷ്യന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് സമാധാനമാണ് അല്ലെ, സമാധാനമുള്ള ലൈഫാണ് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. അത് ചുറ്റിലും, ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിലെല്ലാം എന്തുണ്ടായിരിക്കണം, ഒരു പീസ് വേണം അല്ലെ. പീസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താണ്, ഒരു ഫുൾഫിൽമെന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമാക്കും എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണെന്ന് അവർ തിരിച്ചു അല്ലെ. എഡ്യൂക്കേഷൻ ആണ് വേൾഡ് പീസിനുള്ള അല്ലെങ്കിൽ ലോക സമാധാനത്തിന്റെ ഒരു ആയുധം എന്ന് മോണ്ടിസോറി തിരിച്ചറിയണം. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ചരിത്രം എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ മനുഷ്യർ, എല്ലാ ആദിമ മനുഷ്യരും എന്താണ്, പലതരം സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് അല്ലെ. ആദിമ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? ആദിമ മനുഷ്യൻ നമ്മൾ അല്ലെ,
നമ്മളുടെ പൂർവികരാണ് ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിരിക്കുന്നത്. അതായത് ആ പൂർവികരുണ്ടായിരുന്ന സമയത്ത് ഇന്നുള്ളത് പോലെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെ. ആ പൂർവികരുടെ ആദ്യഘട്ടത്തില് അവരുടെ ആ ഒരു ഘട്ടത്തിന് ശേഷമാണ് നമ്മൾക്ക് എന്തുണ്ടായാലും ഓരോ തരത്തിലുള്ള വികസനങ്ങളും സംഭവിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മനുഷ്യന് ചരിത്രത്തിലുടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദിമ മനുഷ്യനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അതിജീവനത്തിനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, അതായത് പലതരം കൾച്ചേഴ്സിലൂടെ അല്ലെങ്കിൽ എന്താണ് കൾച്ചർ പീപ്പിൾ ആൻഡ് ഫോളോ സിമിലർ പാറ്റേൺസ്, പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പല രീതികളിലൂടെ ആണ് അവർ കടന്നു പോയിരുന്നത്. After years of careful inspection in children, ഇനി ഒരുപാട് നാളത്തെ മോണ്ടിസോറിയുടെ ആ ഒരു എക്സ്പെരിമെന്റിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷന് ശേഷമാണ് മോണ്ടിസോറി എന്ത് കണ്ടെത്തിയത്, മനുഷ്യനെ പ്രത്യേകിച്ച് ചിൽഡ്രൻ കുട്ടികളിലാണ് ഒരു പരീക്ഷണം നടത്തിയത് അല്ലെ. കുട്ടികൾക്ക് എന്തുണ്ട്, 14 ടെൻഡൻസീസ് ഉണ്ട് അല്ലെ. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട 14 പ്രവണതകൾ ഉണ്ടെന്ന് അവർ കണ്ടെത്തി. ഓക്കെ, എന്ത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു തന്നത്? ഉണ്ട് മാം, കുഴപ്പമില്ല. ഓക്കെ, യെസ്. മാം ഇത് മിസ് ഇന്നിപ്പോ പറഞ്ഞില്ലേ, എന്താണ് early stages of man ആണോ അത്? മിസ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? പറയുന്നത് ഇപ്പോഴോ മിസ്സേ? ആ, മിസ് എന്തോ പറഞ്ഞില്ലേ, എന്താ പ്രവണത എന്തോ സ്റ്റേജസ് ആണ്, early stages of man ആണോ മിസ് പറഞ്ഞത് നേരത്തെ? എന്താ മേഘന എന്താ പറയുന്നത്? ക്ലിയർ ആവുന്നില്ല. എന്താ ചോദിക്കുന്നത്? ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല മിസ്സേ? ഇങ്ങനെ ചോദിക്കുന്ന ക്ലിയർ ആണ്, ചോദിക്കുന്ന ചോദ്യമാണ് മനസ്സിലാവാത്തത്. മിസ് എന്തോ സ്റ്റേജസ് പറഞ്ഞില്ലേ, അതാണോ അർലി മാൻ സ്റ്റേജസ് ആണോ മിസ് പറഞ്ഞത് നേരത്തെ? എന്തോ മലയാളത്തിൽ പറഞ്ഞില്ലേ? പ്രവണതകൾ ചോദിച്ചില്ലേ മാം, അതാണ് ചോദിക്കുന്നത്. പ്രവണതകൾ എന്ന് പറഞ്ഞില്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് മിസ് എന്ന് പറഞ്ഞില്ല, ആദ്യ മനുഷ്യൻ എന്തോ പറഞ്ഞില്ലേ? ആദിമ മനുഷ്യൻ നിങ്ങൾ നോട്ട് ചെയ്തു പോകുന്നുണ്ടത്? അല്ലല്ല, എനിക്കത് എന്താ മനസ്സിലായില്ല മിസ്, അതാ ഞാൻ ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞത് നമ്മള് അതായത് ഇവിടെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ആ ചരിത്രാതീത കാലം മുതൽ മനുഷ്യർ എന്താണ് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിരുന്നു എന്നാണ് ടീച്ചറോട് പറഞ്ഞത്. ഓക്കെ, ആ പല ഘട്ടങ്ങളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ വരണമെങ്കിൽ 14 ടെൻഡൻസിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, യെസ്, ചോദിച്ചെന്നാൽ മനസ്സിലായില്ല കേട്ടോ. അതായത് ചരിത്രത്തിലുടനീളം എന്താണ് മനുഷ്യർ അതിജീവനത്തിനായിട്ട് അവരുടെ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളിലൂടെ പല ആശയങ്ങളിലൂടെയൊക്കെയാണ് അവർ കടന്നുപോയി. പലതരം സന്ദർഭ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് പല മനുഷ്യരും ആദ്യകാലങ്ങളിൽ കടന്നു പോയിരുന്നത് എന്നതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ എന്താണ് മോണ്ടിസോറി തന്റെ ഒരു ഇൻസ്പെക്ഷന്റെ ഭാഗമായി കുട്ടികളിൽ എന്താണ് ഒരു 14 ടെൻഡൻസീസ് ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായിരുന്നു. ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന് പറയുന്നത്. അതായത് മനുഷ്യ സഹജമാണ്. ഇത് നമ്മളിൽ എല്ലാവരും തന്നെ എന്തുണ്ട്, ഈ 14 പ്രവണതകളുണ്ട്. അതായത് എല്ലാ മനുഷ്യനിലും ഈ പ്രവണതകൾ 14 എണ്ണം നിരന്തരമായിട്ടുണ്ട്. അതിനെയാണ് മോണ്ടിസോറി ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന രീതിയിൽ, മനുഷ്യന്റെ പ്രവണതകൾ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രവണതകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എക്സ്പ്ലോറേഷൻ. ഇപ്പൊ നമുക്ക് ആ മേഘനയുടെ സംശയം ഒന്ന് തീർക്കാം. ഈ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് എന്താണ് മേഘന? എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞത് എക്സ്പ്ലോറേഷൻ എന്താണ് മേഘന? കേൾക്കുന്നുണ്ടോ മാം? ആ, അത് ഇൻവെസ്റ്റ് ചെയ്യില്ല മാം, ഇൻവെസ്റ്റിഗേറ്റിംഗ്, നമ്മൾ അന്വേഷിക്കുന്നത്, കണ്ടെത്തുകയാണ് അല്ലെ, അന്വേഷിക്കുകയാണ്, കണ്ടെത്തുകയാണ് നമ്മള്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നോക്കിയേ ഏർലി ഹ്യൂമൻസിനെ. അവരവരുടെ ഓരോ ഘട്ടത്തിലും, ആദിമ മനുഷ്യർ അവരുടെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചാണ്, അതായത് ഒന്നിൽ മേലെ ഒന്ന് അടുത്തത് കണ്ടെത്താനുള്ള പ്രവണതയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അല്ലെ. അതാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെൻഡൻസി. അതായത് അവർ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ആദ്യം അവര് സാധാരണ ഒരു മനുഷ്യരൂപം പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്താണ്, ഓരോ കാലഘട്ടത്തിന് ശേഷം മനുഷ്യരൂപത്തിലേക്ക് വന്നു. അതിനുശേഷം എന്താണ്, അവര് നൊമാഡിക് ലൈഫാണ് ഉണ്ടായിരുന്നത് അല്ലെ. അലഞ്ഞു തിരിഞ്ഞിരുന്ന ജീവിതമായിരുന്നില്ല അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. അതെ മാം. അലഞ്ഞു തിരിഞ്ഞ ജീവിതത്തില് പിന്നെ എന്താണ് അവർക്ക് എന്ത് കണ്ടെത്തേണ്ടിയിരുന്നു?
പാർപ്പിടത്തിന് മുമ്പ് എന്താണ് വിശപ്പ് തുടങ്ങി അല്ലെ? വിശപ്പ് തുടങ്ങിയപ്പോ എന്താണ് പഴങ്ങളും കായ്കനികളൊക്കെയാണ് അവർ ആദ്യം ഭക്ഷിച്ചിരുന്നത്. അപ്പൊ അത് കണ്ടെത്താൻ ശ്രമിച്ചു. എന്താണ് കഴിക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു മരത്തില് പഴങ്ങൾ കണ്ടു, അതെന്താണ് കഴിച്ചു നോക്കി. ഇനി എന്താണ് അവർക്ക് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ വേണം അല്ലെ? ഷെൽട്ടർ വേണമെങ്കിൽ എന്താണ് എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പ് അവർ എന്ത് കണ്ടുപിടിച്ചു? ആയുധങ്ങൾ കണ്ടുപിടിച്ചു അല്ലെ? ആയുധങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് പാർപ്പിടം ഉണ്ടാക്കാൻ തയ്യാറാക്കി അല്ലെ? പാർപ്പിടങ്ങൾ അവർ എന്തിനു കേന്ദ്രീകരിച്ചിട്ടാണ് കണ്ടെത്തിയത്? നദി കേന്ദ്രീകൃതമായിട്ട് അല്ലെ? നദികളുടെ അടുത്തായിട്ടാണ് അവരെ പാർപ്പിടം ഉണ്ടാക്കിയത്. അതിനുശേഷം ഇത് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അവരുടെ ആദ്യ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ്? തീ കണ്ടുപിടിച്ചു അല്ലെ? തീ എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയത്? രണ്ട് കല്ലുകൾ തമ്മിൽ ഉരസിയതിനു ശേഷം പിടിച്ചു അവർ ഭക്ഷണം പാകം ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് എന്താണ് കൃഷിയിലേക്ക് കടന്നു. അങ്ങനെ ചക്രം കണ്ടുപിടിച്ചു. പിന്നെ എന്താണ് കൃഷിയിലേക്ക് കടന്നു. അങ്ങനെ എന്താണ് ഓരോ സ്റ്റേജസ് അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്തത് അല്ലെ? ആദിമ മനുഷ്യര് ഒന്നിൽ നിന്ന് മറ്റൊന്ന് കണ്ടെത്താനായിട്ടുള്ള ശ്രമമാണ് നടന്നത്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ്? അവരിൽ നടക്കുന്ന എക്സ്പ്ലോറേഷൻ എന്നൊരു പ്രവണത മൂലമാണ്. മനസ്സിലായോ മേഘന? ക്ലിയർ ആണോ? യെസ്. അപ്പൊ എക്സ്പ്ലോറേഷന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ആദിമ മനുഷ്യര് തന്നെയാണ്. ഓക്കെ. അതേപോലെ നമ്മളിപ്പോ കുട്ടികൾ നമുക്ക് അറിയാനുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ ആമസോൺ കാടുകളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാമോ? അറിയാമോ? അറിയില്ല. അപ്പൊ പക്ഷെ നമുക്ക് എന്ത് തോന്നുന്നുണ്ട്? അതിനകത്ത് എന്താണ്? ഈ മഴക്കാടുകൾ എന്താണ്? ഈ മഴ അല്ലെങ്കിൽ മരുപ്പച്ച അതിനകത്തൊക്കെ എന്താണെന്നുള്ളൊരു തോന്നല് നമുക്ക് വരുന്നില്ല. അത് കണ്ടെത്താൻ, അത് അറിയാനുള്ള ഒരു ടെൻഡൻസി, അതാണ് എന്ത് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് അല്ലെ? എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു കാര്യം അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? പര്യവേഷണം അഥവാ എക്സ്പ്ലോറേഷൻ. നമ്മളത് കണ്ടെത്താൻ ശ്രമിച്ചത് കണ്ടെത്തുകയും ചെയ്യും. ഇപ്പൊ മനുഷ്യനെ കൂടി സംബന്ധിച്ചിടത്തോളം എന്താണ്? ഓരോ സ്റ്റേജസ് അവർ കണ്ടെത്തിയാണ് ഇതുവരെ എത്തിയത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ 14 ടെൻഡൻസിൽ ആദ്യത്തെ ടെൻഡൻസിയാണ് എന്ത്? എക്സ്പ്ലോറേഷൻ. ദെൻ ഓർഡർ, ഗ്രിഗേറിയനസ്, കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻട്രസ്റ്റ്, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, പെർഫെക്ഷൻ, inventiveness, independence and work. The Montessori prepared environment with its carefully chosen and beautifully arranged materials is built around these tendencies. അപ്പോൾ മോണ്ടിസോറി കണ്ടെത്തിയ ഈ 14 ടെൻഡൻസികളും, അതായത് ഈ 14 പ്രവണതകളും നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഈ ഓരോ പ്രവണതകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഓക്കെ, റിപ്പീറ്റേഷൻ 2 തവണ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് ക്ഷമിക്കോ? സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ പഠിക്കുന്നത്? നമ്മളെ ലെക്ചർ മെത്തേഡിലാണോ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിലാണോ പഠിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ മോണ്ടിസോറി പഠിക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് മെത്തേഡില്. ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിലാണോ? മെറ്റീരിയലിസ്റ്റിക് ആണ് അല്ലെ? മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മള് അല്ലെ, അപ്രാറ്റസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പ്രാക്ടിക്കലിൽ വന്ന സമയത്ത്, പ്രാക്ടിക്കലിൽ നിങ്ങൾ എല്ലാവരും വന്നു, നിങ്ങൾ ഓരോ ചെയർസിൽ നിങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഞങ്ങൾ എത്തിയതിനു ശേഷം നിങ്ങളോട് ഞങ്ങൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ പോയി എടുക്കാനാണ് പറഞ്ഞത് അല്ലെ? ഇഷ്ടമുള്ള മെറ്റീരിയൽ. അവിടെ എന്താണ്? അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ ആ ടെൻഡൻസീസ് അനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള അവസരമാണ്. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ? അത് ബ്യൂട്ടിഫുള്ളി അറേഞ്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ. അതായത് നമുക്ക് പരിസ്ഥിതിയുമായിട്ട് കൂടുതൽ ഇടപെടുന്ന രീതിയിലാണ് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മളെ മോണ്ടിസോറിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Because of this, Montessori teachers do not want to force their students. The children are naturally drawn to the materials because they appeal to their intellectual drives. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ മോണ്ടിസോറി ക്ലാസ് എടുക്കാൻ നിങ്ങൾ പോയാൽ കൂടിയോ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് മെറ്റീരിയൽസ് നിരത്തി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കുട്ടിയോട് അത് തന്നെ എടുക്കണം, നീ പിങ്ക് ടവർ തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ നോബൽ സിലിണ്ടർ നോക്കണം, അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റേഴ്സ് എടുക്കണം എന്ന് നിങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യോ? നിങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണോ പഠിപ്പിക്കുന്നത്?
അല്ല, അവരുടെ ഇഷ്ടത്തിനാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ടീച്ചേഴ്സ് അവിടെ ഫോഴ്സ് ചെയ്യുന്നില്ല. മോണ്ടിസോറി എൻവയോൺമെന്റിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സ് ഇത് എന്താണ് ഫോഴ്സ് ചെയ്തിട്ടല്ല പഠിപ്പിക്കുന്നത്. ഓക്കെ, അതായത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ മെറ്റീരിയൽസ് അവർ തന്നെ സെലക്ട് ചെയ്യുന്നു, അവർ തന്നെ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫീൽ ഫ്രീ ആയിട്ടൊരു എൻവയോൺമെന്റ് ആണ് എന്ത് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് her many years of inspection, children in a great variety of cultural environments, Montessori was able to identify 14 specific observable traits which she considered as tendencies of man. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് മോണ്ടിസോറിയുടെ നിരന്തര കാലത്തെ അല്ലെങ്കിൽ അനേക കാലത്തെ പരീക്ഷണത്തിന് ശേഷമാണ്, ഇൻസ്പെക്ഷന് ശേഷമാണ് 14 ടെൻഡൻസികൾ കുട്ടികളിൽ ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഓക്കെ, യെസ്. അപ്പോ ആ 14 ടെൻഡൻസീസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പാരഗ്രാഫിലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? യെസ് മാം. നമുക്ക് നോക്കാം. 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എക്സ്പ്ലോറേഷൻ ആണ്, പര്യവേഷണം. എക്സ്പ്ലോറേഷൻ മീൻസ് പര്യവേഷണം. റിപ്പീറ്റേഷൻ എന്താണ്? ആവർത്തനം. ഓർഡർ എന്താണ്? ക്രമം അല്ലെ? ഓർഡർ, ക്രമം. ഗ്രിഗേറിയനസസ് എന്താണ്? കൂട്ടായ്മ, അല്ലെങ്കിൽ സംഘം ചേരൽ എന്ന് പറയും അല്ലെ. പക്ഷെ ഇതിന്റെ അർത്ഥം വരുമ്പോ നിങ്ങൾ എക്സ്പ്ലനേഷൻ വരുമ്പോ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അബ്സ്ട്രാക്ഷൻ അമൂർത്തീകരണം. ക്യൂരിയോസിറ്റി ജിജ്ഞാസ. കാൽക്കുലേഷൻ എന്താണ്? റിപ്പീറ്റേഷന് പകരം നമ്മള് ഇമിറ്റേഷൻ കൊടുക്കാം. ഇമിറ്റേറ്റ് ചെയ്യല്ലേ? ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്താ? അനുകരണം അല്ലെ? ഇമിറ്റേഷൻ, അനുകരണം. കോൺസെൻട്രേഷൻ. റിപ്പീറ്റേഷൻ എന്നുള്ളത് വെട്ടിയിട്ട് അവിടെ ഇമിറ്റേഷൻ ആക്കുക കേട്ടോ. കോൺസെൻട്രേഷൻ ഏകാഗ്രത. സെൽഫ് കൺട്രോൾ എന്താണ്? ആത്മനിയന്ത്രണം. പെർഫെക്ഷൻ പൂർണ്ണത. ക്രിയേറ്റിവിറ്റി സർഗാത്മകത. ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം. Then work എന്താണ്? ജോലി. നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ജോലി. ഓക്കെ, യെസ്. ഇതൊക്കെയാണ് 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. മാം ഒരു കാര്യം ചോദിച്ചിട്ട് 8ാമത്തെ ഒന്ന് പറയാവോ? എന്താ തെറ്റിദ്ധരുത്തണ്ടേ? 8ാമത്തെ ഇമിറ്റേഷൻ അനുകരണം. നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയില്ലേ? ഒരാളെ നോക്കി ഒബ്സർവ് ചെയ്ത് അയാളുടെ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനറിസം ഒക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നത്, അതും ഒരു പ്രവണതയാണ്. ഓക്കെ, അനുകരണം. All of the above tendencies function upon behavior like a single force. Each of various tendencies look to complement absolutely the effect of certain others. And we can identify exact aspects of culture which derive primarily from certain tendencies acting in concert. These clusters of tendencies also appear to compound their effect in a particular sequence, building up into two phases the process of cultural transformation. Okay, all of the above tendencies, അതായത് മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രവണതകളും ഒരൊറ്റ ശക്തി പോലെയാണ് പെരുമാറുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 14 പ്രവണതകളും ആർക്കുള്ളതാണ്? ആരിലാണ് ഇതെല്ലാം ഒതുങ്ങി നിൽക്കുന്നത്? ഒരൊറ്റ മനുഷ്യനിലാണ് അല്ലെ? ഒരൊറ്റ കുട്ടിയിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഒരാളിലുള്ള പ്രവണതകളാണ്. ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണിലുള്ള പ്രവണതകളാണ് എന്താ? ഈ 14 ടെൻഡൻസീസ്. ഓക്കെ,
അതായത് നമ്മൾക്ക് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഈ 14 ടെൻഡൻസി ഇല്ലേ? നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറില്ലേ, റിപ്പീറ്റ് ചെയ്യാറില്ലേ, ഓർഡറിലെ നിങ്ങൾക്ക് കൂട്ടം ചേരാറില്ലേ, അബ്സ്ട്രാക്ട് ചെയ്യാറില്ലേ, ക്യൂരിയോസിറ്റി ഉണ്ടാവാറില്ലേ, നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവാറില്ലേ, പെർഫെക്ഷൻ ഉണ്ടാവാറില്ലേ, ഇൻഡിപെൻഡന്റ് ആവാറില്ലേ, നിങ്ങൾ ക്രിയേറ്റീവ് ആവാറില്ലേ, വർക്ക് ചെയ്യാറില്ലേ? ഇത്രയൊക്കെ ആരെല്ലാം ചെയ്യുന്നത്? ഒരൊറ്റ വ്യക്തിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പറയുന്നത് എന്താണ്? ബിഹേവിയർ ലൈക്ക് എ സിംഗിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ടെൻഡൻസീസ് വർക്ക് ചെയ്യുന്നത് ഒരാളുടെ സിംഗിൾ ഫോഴ്സസിലാണ്. ഇനി മാത്രമല്ല, ഒരു ടെൻഡൻസി മറ്റൊരു ടെൻഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ നോക്കൂ, നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? സെൽഫ് കൺട്രോൾ ഉണ്ടാവുള്ളൂ. ദെൻ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. ദെൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. ആണോ? ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ലിങ്ക്ഡ് അല്ലേ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ലിങ്ക്ഡ് അല്ലേ എന്നൊന്ന് നോക്കിയേ. യെസ്. ദെൻ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മൾ സ്വതന്ത്രമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ പെർഫെക്ഷനോടുകൂടി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അറ്റൻഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം, ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. ഒരു കാര്യം പൂർണ്ണമാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? ഇതൊക്കെ അപ്പൊ നമ്മൾ നോക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഓരോന്നിന്റെ റിസൾട്ട് മറ്റൊന്നുമായിട്ട് ലിങ്ക് ചെയ്താണ് പോകുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കണം കേട്ടോ. ക്ലിയർ ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാപ്റ്റർ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോന്നും നമുക്ക് നോക്കാം. യെസ്, ഓക്കെ. എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. അതിൽ എക്സ്പ്ലോറേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോവാണ്. എക്സ്പ്ലോറേഷൻ ഒന്ന് ഒരാൾ വായിക്കാമോ? എക്സ്പ്ലോറേഷൻ. ഓക്കെ മാം, ഞാൻ വായിക്കാം. Exploration and order. Montessori regarded exploration as elemental behavior in early man. Early men had to explore for their primary needs, foods and shelter. Children begin to explore the environment from the first moment after birth. Even if they acquire helplessly, motionless infants are exploring in their cribs. It is an invisible exploration of hearing, looking, etc. The child goal of exploration is twofold: to finish his own body through the improvement of the brain, to get accustomed to the group in which he is born. ഇത് വായിക്കണ്ടോ? ഇത് വായിക്കണ്ട. ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫ് മാത്രം മതി. ഓക്കെ, എക്സ്പ്ലോറേഷൻ എന്താണെന്ന് പറഞ്ഞു തരാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് എന്താണെന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഓരോ അർത്ഥം നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, നമുക്കറിയാം, പര്യവേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മൾ കണ്ടെത്താനായിട്ട് ഇറങ്ങുവാണ് അല്ലെ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ക്ലാസ്സില്. അതായത് ഇപ്പൊ നമുക്ക് ആദ്യമ മനുഷ്യന്റെ കാര്യങ്ങൾ എടുത്താൽ തന്നെ എന്താണ്? അവർ ഓരോ കാര്യങ്ങളും അവർ അന്വേഷിച്ചാണ് കണ്ടെത്തിയത് അല്ലെ? അതായത് അവരുടെ പ്രൈമറി നീഡ്സുകൾ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അവരുടെ ഷെൽട്ടർ അല്ലെങ്കിൽ പാർപ്പിടങ്ങൾ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും അവരെന്താണ്? എക്സ്പ്ലോർ ചെയ്താണ് അവർ കണ്ടെത്തിയത് അല്ലെ? ഇപ്പൊ ഫുഡ് ആണെങ്കിലും തീ ആണെങ്കിലും ചക്രമാണെങ്കിലും കൃഷിയാണെങ്കിലും എന്താണ് അവര് കണ്ടെത്തുന്നത്? ആദിമ മനുഷ്യരാണ് എക്സ്പ്ലോറേഷന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ കാര്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു അതെന്താണെന്ന് അറിയണം. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മള് അതിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്താ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സറൗണ്ടിങ്, ഇപ്പൊ അത് മാത്രമല്ല, ആത്മ മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ? നമ്മളിപ്പോ വഴിയിൽ പോകുന്ന സമയത്ത്, ഒരു വഴിയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് പ്രത്യേകമായ ഒരു ചെടി നമ്മൾ കാണുകയാണ്. ഓക്കെ, പ്രത്യേകമായ ചെടി കണ്ടിട്ട് അതിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലൊരു പൂവ് കണ്ടു അല്ലെ? ഈ പൂവ് എങ്ങനെ ഉണ്ടായി അല്ലെ? ഇത് ഏത് തരം ചെടിയാണ്? ഓക്കെ, പെട്ടെന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ എന്താണ് അത് ആ ഫോട്ടോ ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് ഏത് പൂവാണെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അവിടെയും നമ്മൾ എന്താ ചെയ്തത്?
എക്സ്പ്ലോർ ചെയ്യണല്ലേ, നമ്മളത് കണ്ടെത്താൻ ശ്രമിച്ചു, കണ്ടെത്തി. ദാറ്റ് ഈസ് എന്താണ് എക്സ്പ്ലോറേഷൻ അഥവാ പര്യവേഷണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനനം മുതല് മരണം വരെ ഇതിങ്ങനെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് എന്താണ് ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണല്ലേ. ഇപ്പൊ വണ്ടിക്ക് പോകുന്ന സമയത്ത് പല കാര്യങ്ങൾ ഇറങ്ങുന്നു, അതെന്താണ് അങ്ങനെ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ ആലോചിക്കും. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ എന്താണ്, എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ അങ്ങനെ പറഞ്ഞത്, കുട്ടി എന്തായിരിക്കും അങ്ങനെ സൂചിപ്പിച്ചത്, എന്തുകൊണ്ടായിരിക്കും ഇത് കണ്ടെത്താനുള്ള ഒരു പ്രവണത നിങ്ങൾക്കില്ലേ? ഇല്ലേ നിങ്ങൾക്ക്? യെസ്, ദാറ്റ് ഈസ് എക്സ്പ്ലോറേഷൻ. അത് തന്നെയാണ് എന്ത്, ആ കണ്ടെത്താനുള്ള നമ്മളുടെ ആ ഒരു പ്രവണതയെയാണ് നമ്മൾ പര്യവേഷണം അഥവാ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ജനനം മുതൽ മരണം വരെ നമ്മളുടെ ഈ ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മരിക്കുന്ന വരെ എന്താണ് നമ്മളിൽ എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പര്യവേഷണം അഥവാ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതായത് പല കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ത്വര, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് കണ്ടാലും നമുക്ക് എന്താണ് എന്താണ് എന്നറിയാൻ. ഇനിയിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലുള്ള ചേട്ടനും ചേച്ചിയും ഭയങ്കര ബഹളമാണ്, രാവിലെ തുടങ്ങി ബഹളമാണ്. നിങ്ങൾക്ക് ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടാവില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട്, ഇല്ലേ? എന്താണ് രാവിലെ തുടങ്ങിയ ബഹളമാണ് അറിയാഞ്ഞിട്ടേ ഭയങ്കര വിഷമമായിരിക്കും അല്ലെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അറിയാൻ നമ്മൾ എന്താണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് ചോദിക്കും, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട്. ലാസ്റ്റ് ഇതൊന്നും ആയിരിക്കില്ല കാര്യം, ലാസ്റ്റ് ഒരു ദിവസം അവരോട് ചോദിക്കാം അങ്ങനെ എന്തായിരുന്നു സംഭവിച്ചത്. നമുക്കത് അറിയാതെ നമുക്ക് വേറെ നിവൃത്തി ഉണ്ടാവില്ല അല്ലെ. എന്താണ് സംഭവിച്ചതെന്ന് മറ്റുള്ളവരോട് നമുക്കൊന്ന് പറയണം. അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ മനസ്സിലായോ എന്താണ് എക്സ്പ്ലോറേഷൻ എന്ന്? മനസ്സിലായി മാം. യെസ്. ഇനി ടീച്ചർ ഇതിന്റെ നോട്ട് അയക്കുമ്പോൾ എക്സ്പ്ലോറേഷൻസ്, അത് നോട്ട് അയക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചർ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരും. അത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് എക്സ്പ്ലോറേഷൻ എന്താന്ന് ചെറിയൊരു സെന്റൻസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് എന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ് അയക്കോളും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിൽ നിന്നായിരിക്കുള്ളൂ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അല്ലാതെ ഇതില് നമ്മൾ എക്സാമ്പിൾസ് തന്നിട്ടായിരിക്കില്ല, ഡിഫൻസ് മെക്കാനിസം പോലെ എക്സാമ്പിൾ തന്നിട്ടായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഓർഡർ. വാട്ട് ഈസ് ഓർഡർ? കൃത്യമായിട്ട് ഒരു ക്രമം. നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ദിവസത്തെ റുട്ടീൻ എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദിവസത്തെ റുട്ടീൻ എന്താണ്? നമ്മൾ രാവിലെ മുതൽ എഴുന്നേൽക്കുന്നു, ഓരോ രാവിലെ കാര്യങ്ങൾ എഴുന്നേൽക്കുന്നു, നമ്മുടെ പണികൾ ചെയ്യുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അവിടെ ജോലി സ്ഥലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഉച്ചയ്ക്ക് ഒരു ടൈമിൽ എന്താണ് ലഞ്ച് ബ്രേക്ക്, നമ്മൾ എൻജോയ് ചെയ്യുന്നു. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെന്താണ് ഈവനിങ്ങിൽ ഒരു കോഫി. നമ്മുടെ ഡെയിലി റുട്ടീൻ എന്താണോ അതൊക്കെ നമ്മൾക്കൊരു ടൈം ഉണ്ടാവും അല്ലെ. 5 മണിക്ക് നമ്മൾ എന്താണ് ഓഫീസിൽ പോരുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, സംസാരിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, രാത്രി ഒരുമിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു അല്ലെ. പക്ഷേ രാവിലെ നിങ്ങൾ എഴുന്നേക്കാൻ വൈകി, നിങ്ങൾ രാവിലെ എഴുന്നേറ്റില്ല. 5 മണിക്ക് എഴുന്നേറ്റിട്ട് ആള് 7 മണിയായി എഴുന്നേറ്റു. അവിടെ എന്ത് പോയി? നിങ്ങളുടെ ഓർഡർ തെറ്റി അല്ലേ. മൊത്തം കാര്യങ്ങൾ നിങ്ങളുടെ പോയി. അതായത് ഡിസോർഡർ സ്റ്റാർട്ട് ചെയ്തോടെ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ഉണ്ട്, ഡിസോർഡർ ഉണ്ട് അല്ലെ. ഈ ഡിസോർഡർ ആവുന്നത് എപ്പോഴാണ്? നമ്മളുടെ കാര്യങ്ങള് പതിവിലും വൈകി അല്ലെങ്കിൽ അത് തെറ്റുന്ന സമയത്താണ്. അവിടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മുടെ ഓർഡർ തെറ്റുന്നത്. നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നു അല്ലെ. എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്ന കുട്ടിയാണ്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റ സമയത്ത് നല്ല പനി. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സംഭവിക്കും പറ. നിങ്ങൾക്ക് മാറില്ല. നിങ്ങളുടെ ആ ക്രമം അങ്ങോട്ട് തെറ്റല്ലേ.
കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പിന്നെ പെട്ടെന്ന് ആ സമയത്ത് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൂസ് മോഷനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താണ് ഡിസ്റ്റർബ്ഡ് ആവും. നിങ്ങൾക്ക് ലീവ് വിളിച്ചു പറയണം, ലീവില്ല, അവിടെ മൊത്തം ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള കുട്ടിയെ നോക്കണം, വേറെ ആരുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ആകെ എന്താകും, സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും. എന്ത് സംഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അത് വരുന്നത്? നിങ്ങളുടെ ഓർഡർ ഡിസോർഡർ ആവുന്ന സമയത്ത് അല്ലേ? യെസ്. ഒരു കുട്ടി, ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞ, കുഞ്ഞ് ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യുന്ന കുഞ്ഞാണ്, ഹോംവർക്ക് ചെയ്യാതെയാണ് ക്ലാസ്സിൽ പോകുന്നത്. ടീച്ചർ എഴുതുന്നു, ബാക്കിയുള്ള പീരീഡ്, ഫസ്റ്റ് പീരീഡ് ആണ് സംഭവിച്ചത്, ബാക്കിയുള്ള കംപ്ലീറ്റ് പീരീഡ് എന്തായിരിക്കും? സ്ഥിരമായിട്ട് പഠിക്കുന്ന പോലെ ആയിരിക്കും അന്നത്തെ ദിവസം അവന്? അല്ല, അവന്റെ ഓർഡർ തെറ്റി, ഡിസോർഡർ ആയി, ആ ക്രമം തെറ്റുന്ന സമയത്ത് എന്താണ്, അപ്പോഴാണ് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നത്, സ്ട്രെസ്ഫുൾ ആവുന്നത്. അത് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ഓർഡറിൽ പോവാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് അല്ലെ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുട്ടികളെ കറക്റ്റ് ആയിട്ട് സ്കൂളിൽ വിടുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അന്നത്തെ ദിവസം കംപ്ലീറ്റ് രാത്രി വരെ നമ്മൾ ഒറ്റ സ്ട്രക്ചറിൽ പോവാണെങ്കിൽ എന്താണ്, നമുക്കതൊരു ഓർഡർ ആണ് അല്ലെ? അവിടെ പക്ഷെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അതായത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും തരം വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡിസോർഡർ ഉണ്ടാവുന്നത്. അപ്പൊ ഓർഡർ ആയി കൊണ്ടുപോകാൻ, നമ്മളെല്ലാവരും ഡിസോർഡർ ആയി കൊണ്ടുപോകാനായിരിക്കും തീരുമാനിക്കുന്നത്? നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ആണോ? അല്ല, നമുക്കിപ്പോ ഓർഡർ ആണെങ്കിൽ എന്താ, നമുക്ക് നല്ല സമാധാനമാണ്, നമ്മൾ ഹാപ്പിയാണ് അല്ലെ? പക്ഷെ ഡിസോർഡർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് പറ്റുന്നു? ഡിസ്റ്റർബ്ഡ് ആകുന്നു. ഓക്കെ, മനുഷ്യൻ മാക്സിമം ശ്രമിക്കുന്നു, മനുഷ്യനിലുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ഓർഡർ ആണ്. മാക്സിമം കാര്യങ്ങൾ ക്രമമായിട്ട് ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ക്രമമാവാത്ത സിറ്റുവേഷൻസിലാണ്, ഡിസോർഡർ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിലാണ് അവന് എന്ത് സംഭവിക്കുന്നത്? ഡിസ്റ്റർബൻഡ് ആയുള്ള ഒരു മനസ്സ് അല്ലെ, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ അവന് രൂപപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓർഡർ. അതായത് ഇനിയിപ്പോ ഹാബിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ട് അല്ലെ? എല്ലാവർക്കും ഓരോ ശീലങ്ങളുണ്ട്. ആ ശീലം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവില്ലേ? ഇത്രേ ഉള്ളൂ. അതാണ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? Then gregarious and communication. Next tendencies എന്ന് പറയുന്നത് gregarious and communication. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് gregarious എന്ന് പറയുന്നത്. എന്താണ് gregarious എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മള് ഫോർ എക്സാമ്പിൾ പറയാണ്, ഇത് എക്സാമ്പിളിലൂടെ ഈ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കാര്യങ്ങള്? ഒരു ഉഷാറില്ലാതിരിക്കുന്നത് എന്താണ്? മനസ്സിലാവുന്നില്ലേ? അതിനാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പിന്നെയും പിന്നെയും പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ കുട്ടികളെ വേണ്ട, നിങ്ങളെ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാണ്, നമ്മൾ വളരെ ഗ്ലൂമി ആയിട്ടായിരിക്കും ഫസ്റ്റ് പീരീഡ് പോയിരിക്കുന്നത്. വളരെ ഗ്ലൂമിയാണ്, ആരും ചോദിച്ചിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരാള് തന്നെ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നതും കാണാം. നമുക്ക് ഉണ്ടായിട്ടില്ലേ സിറ്റുവേഷൻസ്? നമ്മൾ രാവിലെ സ്കൂളിൽ പോയതോ അല്ലെങ്കിൽ ഓഫീസിൽ പോയതോ വളരെ വിഷമത്തോടെയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോടോ ആയിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുക. പക്ഷെ തിരിച്ച് ആ രാവിലെ പോയ ഫീലിങ്സിലായിരിക്കില്ല തിരിച്ചു പോകുന്നത്. തിരിച്ച് വളരെ ഹാപ്പി ആയിട്ടായിരിക്കും പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്? ഉണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ സിറ്റുവേഷൻ? ഉണ്ടായിട്ടുണ്ട്. എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രവണതകളാണ്, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ഈ നമ്മളവിടെ ആദ്യം ഒന്നും ചോദിക്കുമ്പോ നമ്മൾ ആദ്യം ഒന്നും പറയില്ല അല്ലെ? എന്ത് പറ്റി നമ്മൾ അതൊന്നും പറയില്ല. നമ്മളവിടെ നമ്മുടെ ആ ഫീലിംഗിൽ തന്നെ നമ്മൾ നിൽക്കും. ആ വിഷമിച്ച ഫീലിംഗിൽ നമ്മൾ പെട്ടെന്ന് മാറില്ല. ആരാണെങ്കിലും എന്താണ്, പെട്ടെന്ന് അതിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കുറെ സമയം ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫീലിംഗോട് കൂടി നമുക്ക് ചില സമയങ്ങളിൽ അത് അനുഭവപ്പെടാറുണ്ട് അല്ലെ? ഒരു കാരണമില്ലാതെ നമുക്ക് ചിലപ്പോൾ വിഷമം വരാറുണ്ട് അല്ലെ? ഒരു കാരണമൊന്നും ഉണ്ടാവില്ല.
നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വേറെ എങ്ങോട്ടൊക്കെ മനസ്സ് പോയി നമ്മൾ പെട്ടെന്ന് ഭയങ്കര ആബ്സെന്റ് മൈൻഡ് ആവും അല്ലെ, പ്രസന്റ് മൈൻഡ് അല്ല ആബ്സെന്റ് മൈൻഡ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകം ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു കാര്യമില്ലാതെ വിഷമിച്ചിരിക്കും. ഇൻകേസ് ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമ്മളെ വളരെ വിഷമിച്ചായിരിക്കും ക്ലാസ്സിലോ ഓഫീസിലൊക്കെ ഇരിക്കുന്നത്. ആദ്യത്തെ ആരൊക്കെ കൂടെ വന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല. ചിലപ്പോ ഒരു ഉച്ചയാവുന്ന സമയമാകുമ്പോൾ നമ്മുടെ ആ മൂഡൊന്ന് മാറും അല്ലെ. മൂഡൊന്ന് മാറിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും ഒരാളോട് ഷെയർ ചെയ്യും അല്ലെ. മറ്റൊരാളോട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കുറിച്ച് കാര്യം പറയും. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എന്താണ് കാര്യം, അമ്മേ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടായി, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും അല്ലെ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ആശ്വാസം വാക്ക് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, എന്താണ് നമ്മളുടെ ഫീലിംഗ് വരുന്നത്, നമ്മൾ ആ ഇമോഷൻ അവിടെ ഷെയർ ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഭയങ്കരമായ ഒരു ആശ്വാസം കിട്ടും അല്ലേ. കാറിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്ത് കഴിയുമ്പോ ഓക്കെ യെസ്. അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലാക്കിയത്, നമ്മുടെ ഫീലിങ്സുകള് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത്. അതായത് അത്രയും ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു കുറച്ചു സമയത്തിന് ശേഷം നമ്മൾക്ക് അത് മറ്റൊരാളുമായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനെയാണ്, ആ ഒരു പ്രവണതയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ പേഴ്സണാലിറ്റികൾ ഈ മനുഷ്യരെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് ഈ ഗ്രിഗേറിയസ്നെസ് എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ പ്രവണത വെച്ചിട്ട് നമുക്ക് മനുഷ്യനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എങ്ങനെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 2 എണ്ണം കേട്ടിട്ടുണ്ടാവും, മൂന്നാമത്തെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇൻട്രോവേർട്സുകൾ, എക്സ്ട്രോവേർട്സ്, ആംബിവേർട്സ് കേട്ടിട്ടുണ്ടോ? ഇൻട്രോവേർട്ടുകൾ അല്ലേ? യെസ്. ഇപ്പൊ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇൻട്രോവേർട്സുകളായിട്ടുള്ള ആളുകള് യെസ്, അവരൊരു ചെറിയ സർക്കിളാണ്, 1-2 ഫ്രണ്ട്സ് ഉണ്ടാവും, 1-2 പേരോടായിരിക്കും, നമുക്ക് മാത്രം സംസാരിക്കുക, ഒരാളോട് പോലും സംസാരിക്കില്ല അല്ലെ. അല്ല, എന്തുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് മറ്റൊരാളോട് എന്ത് പറയണം ഒന്നും പറയാൻ അവർക്കില്ല. അതങ്ങനത്തെ കാറ്റഗറി ടൈപ്പ് ഓഫ് മനുഷ്യനാണ് അല്ലെ. മനുഷ്യരെ പല രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്കുള്ള അല്ലെ സെൽഫ് ആയിട്ടുള്ള ഫീലിങ്സ് മാത്രം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അവർക്ക് മറ്റൊരു അഭിപ്രായം പറയാനോ ഒന്നിനും അവർ നിൽക്കില്ല അല്ലെ. വളരെ എന്താണ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ ഒതുങ്ങിയ ഒരു കാറ്റഗറി ആരാണ്, ഇൻട്രോവേർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എക്സ്ട്രോവേർട്സ്. ആരാണ് എക്സ്ട്രോവേർട്സ്? ഔട്ടർ പീപ്പിൾ ആയിട്ട് യെസ്, എക്സ്ട്രോവേർട്സ് ആണ് അല്ലെ, ഓപ്പൺ മൈൻഡഡ് ആണ്, എല്ലാം എല്ലാവരോടും പറയും. അവർക്ക് വേറെ ഒരുപാട് സർക്കിൾ ആയിരിക്കും അല്ലെ, ഫ്രണ്ട് സർക്കിള്, ഫാമിലി സർക്കിള്, നാട്ടുകാരെ, വീട്ടുകാരെ തുടങ്ങി എല്ലാവരോടും കമ്പനി ആയിരിക്കും. അവരെങ്ങനെയാണ്, ഈസി ഗോയിങ് പീപ്പിൾ ആണ് അല്ലെ. അവർക്ക് വളരെ ഫീൽ ഫ്രീ ആണ്. അവർക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ്, അവർ വളരെ ഹാപ്പിയാണ്. അവർക്ക് വേറെ പ്രത്യേകമായിട്ട് ഒരു ഒളിവോ മറയോ ഒന്നും തന്നെ ഇല്ല. വളരെ അറ്റൻറ്റീവ് ആയിട്ടിരിക്കും. ഓക്കെ യെസ്, ഞാൻ ഒരു എക്സ്ട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ചും അതിനെ പറയാൻ പറ്റും. ഞാൻ എല്ലാവരോടും സംസാരിക്കും, പറ്റില്ലാത്തവരോട് സംസാരിക്കും, പറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ ആരോടും ഒരു വേർതിരിവില്ല. നിങ്ങൾക്ക് എന്റെ ക്ലാസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരെയും മാക്സിമം വിളിച്ച് സംസാരിക്കാറില്ലേ, ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട്, അറിയില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ചൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെയാണ് കേട്ടോ. ഇനി ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത മറ്റൊരു കാറ്റഗറിയാണ് എന്ത്, ആംബിവേർട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആംബിവേർട്ട്? കേട്ടിട്ടുണ്ട്. യെസ്, അതായത് ആംബിവേർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എക്സോവേർട്ടും ഉണ്ട് ഇൻട്രോവേർട്ടും ഉള്ള 2 കാറ്റഗറി ടൈപ്പ് ഓഫ് ആൾക്കാരാണ് എന്ത്, ആംബിവേർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ഏത് തരം പേഴ്സണാലിറ്റി ആയിരിക്കണം, ഏത് തരം പേഴ്സണാലിറ്റി ആംബിവേർട്ട് ആയിരിക്കണം അല്ലെ. നമ്മൾ ചില സമയങ്ങളിൽ ഇൻട്രോവേർട്ട് ആവാൻ വേണം, ചില സമയങ്ങളിൽ നമ്മൾ എക്സ്ട്രോവേർട്ട് ആവാൻ വേണം. ഓക്കെ യെസ്. അപ്പൊ ഗ്രിഗേറിയസ്നെസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഗ്രിഗേറിയസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫീലിങ്സുകൾ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ കിട്ടുന്നത്, ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതൊരു പ്രവണതയാണ് അല്ലെ. നമുക്ക് മനസ്സിൽ തോന്നും, അമ്മയോട് പറഞ്ഞാലോ അമ്മയോട് പറഞ്ഞാലോ നമുക്ക് ഇങ്ങനെ തോന്നാറില്ലേ. അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ എന്താണ്, അമ്മയോടൊക്കെ പറയണം, ഒരു തോന്നൽ രൂപപ്പെടും. ഇതൊക്കെ ഇമോഷൻസിന്റെ ഭാഗമായിട്ടാണ് അല്ലെ, ഫീലിങ്സിന്റെ ഭാഗമായിട്ട് സംഭവിക്കുകയാണ്. അതാണ് എന്ത്, ഗ്രിഗേറിയസ്നെസ് എന്ന് പറയുന്നത്.
ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മാം. മനസ്സിലായി. മനസ്സിലായോ? സ്വന്തമായി ഉത്തരം പറയണേ. ഇപ്പൊ പറയുമ്പോ മനസ്സിലാവുന്നുണ്ട് മാം. തുറന്നു പറയും, തുറന്നു പറയാൻ പറ്റാത്തവരാണ് ഈ മിണ്ടില്ല, അതാണ്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡീകോഡിങ്, എൻകോഡിങ്, മെസ്സേജസ് ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ അല്ലേ? ആ ചാപ്റ്റർ പഠിച്ചല്ലേ? എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? പാസിംഗ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. യെസ്, വെരി ഗുഡ്. അതായത് നമ്മുടെ ഇൻഫോർമേഷൻസ് ആൻഡ് നോളജസ് മറ്റുള്ളവർക്കുമായിട്ട് നമുക്ക് പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഈ എല്ലാ ടെൻഡൻസി ഉണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ പറയണമെങ്കിലും കാണിക്കണമെങ്കിലും നമുക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി, അതിന്റെ പ്രവണത എന്താണ്? ആശയവിനിമയം വേണം അല്ലെ? എന്ത് കാര്യത്തിന് ഇപ്പൊ നിങ്ങൾ 14 ടെൻഡൻസി എടുത്ത് നോക്കിയാലും അവിടത്തേക്ക് ഏറ്റവും സബ് ഹെഡ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ വിഷമം നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നടക്കുമോ? അതുകൊണ്ട് നമ്മൾ തന്നെ വിഷമിച്ച് ചാവേണ്ടി വരും അല്ലെ? പക്ഷെ ആശയവിനിമയത്തിലൂടെ നമ്മൾക്കുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ നമ്മളുടെ അറിവുകളോ മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ഗ്രീഡിനെസ് എന്നൊരു ടെൻഡൻസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണ് അല്ലെ? ഉള്ളിലുള്ള ഒരു കാര്യം ഷെയർ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? ആശയവിനിമയം നടത്താനായിട്ട് അറിയണം അല്ലെ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അറിയണം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജസ് ആണെങ്കിലും നമ്മുടെ ഫീലിങ്സ് മറ്റൊരാളോടുമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പറ്റാത്ത ആൾക്കാരായിരിക്കും മാം ചിലപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്യുന്നില്ലേ? എടോ ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, കേൾക്കുന്നില്ലേ മാം? എന്താ പറഞ്ഞേ? അല്ല, ഞാൻ പറയാം മാം, ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ യെസ്, ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു പോയിന്റ് ആണ് അല്ലെ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഇത് സംഭവിക്കുന്നത്, സൂയിസൈഡ് പോലുള്ള അറ്റംപ്റ്റ്സിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അക്രമോത്സുകമായിട്ടുള്ള പ്രവർത്തികളിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്നു. ഓക്കെ, യെസ്, മനസ്സിലായി. ഇതൊക്കെ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആണ് അല്ലെ? നിങ്ങൾ പഠിക്കുന്ന മോണ്ടിസോറിയുടെ ഒരു ഭാഗം മുഴുവനും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും പഠിച്ചതുകൊണ്ട് മനസ്സിലാവും അല്ലെ? ഇത് മാത്രമല്ല, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയില്ലേ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരങ്ങൾ മാത്രമല്ലേ പിള്ളേര് ഉണ്ടായിട്ടുള്ളൂ? പല കാര്യങ്ങളും നിങ്ങൾക്ക് അടുത്തറിയാൻ പറ്റിയിട്ടില്ലേ? അതെ മാം. ശരിയാ മാം. അതെ, നമ്മള് നോർമലി നമ്മുടെ ഒരു സാധാരണ സ്കൂൾ ലൈഫ് എടുക്കുന്നതിലും ഒരുപാട് വ്യത്യാസമാണ് മോണ്ടിസോറി അല്ലെ? നമ്മൾ പഠിച്ചു പോയത് എന്താണ്? നമ്മൾ ഓരോ സബ്ജക്ട്സുകളിൽ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ എന്താണ്? തിയറീസ്, കണ്ടന്റ്സുകള്, അതൊക്കെ നമ്മൾ അന്ന് പഠിച്ച തിയറികളും കണ്ടന്റുകളും അല്ലെങ്കിൽ നമ്മുടെ മാത്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട് ഇപ്പോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രമല്ല, അപ്പൊ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലാസിഫിക്കേഷൻസ് അത് ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതൊന്നും നമ്മുടെ ജീവിതത്തില് ഉപയോഗിക്കപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ എല്ലാരും പറയുന്നില്ല, പല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ട് പഠിച്ച പലതും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും മോണ്ടിസോറി എന്നൊരു കോൺസെപ്റ്റ് ഏറ്റവും ഡിഫറെന്റ് ആണ് അല്ലെ? നമുക്കത് അഭിമാനത്തോടെ തന്നെ നിങ്ങൾക്ക് മോണ്ടിസോറി ടീച്ചേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം, നമ്മ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് ഒരു ലൈഫ് ഉണ്ട് അല്ലെ? ലൈഫാണ് നമ്മളെ ശരിക്കും ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗങ്ങളാണ് ഇതിൽ കംപ്ലീറ്റഡ് ആയിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, നിങ്ങൾ എന്നൊരു പേഴ്സണാലിറ്റിയിൽ തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് മോണ്ടിസോറി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആണോ? അതെ മാം. അതെ, ഓക്കെ, അതറിഞ്ഞാ മതി. മാം എന്തായാലും റിഗ്രറ്റ് ഉണ്ടാവും നമുക്ക്. അഥവാ ഇൻ കേസ് പഠിപ്പിക്കാൻ പോവാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. റിഗ്രറ്റ് തോന്നേണ്ട കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ അവിടെ പറഞ്ഞ പോലെ പഠിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നില്ലേ? അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ചിലപ്പോ നമ്മളെ തേടി വരും. പക്ഷെ തേടി വരാത്ത സാഹചര്യത്തിൽ നമ്മൾ അവസരങ്ങളെ തേടി നമ്മൾ അങ്ങോട്ട് ഇറങ്ങേണ്ടിയിരിക്കും. അപ്പൊ നമ്മളിപ്പോ സ്കൂളിൽ കിട്ടിയില്ല എന്ന് പറയുന്ന ആ ഒരു ക്യാഷ് ഒരിക്കലും വേണ്ട. എപ്പോഴാണെങ്കിലും നമുക്കതൊരു നമ്മളുടെ തലയിലുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ എത്തിച്ചേരും. അപ്പൊ മാക്സിമം അത് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ മാക്സിമം ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സ് വരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ?
അത് സത്യമാണ് കേട്ടോ. അത് റിയൽ ലൈഫിൽ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നല്ലൊരു ടീച്ചർ ഇപ്പോ മോണ്ടിസോറി ഇല്ലെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ നോർമൽ സ്കൂളാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും പോവാതിരിക്കരുത്. നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ഉപയോഗിക്കുന്നില്ല എന്നൊരു മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. ഇതെല്ലാം ഏബിൾ ആണ്. നിങ്ങൾ എല്ലാവരും 99 സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു ബാച്ചാണ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നിങ്ങൾക്ക് ഒരു തരം പ്രഷറോ അല്ലെങ്കിൽ ഒരു തരം ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ നിങ്ങളുടെ ഈ ഒരു ബാച്ചിൽ നിന്നില്ല. സത്യമായിട്ടും തുറന്നു പറയാണ്. അതിപ്പോ നമ്മൾ ടീച്ചേഴ്സിന്റെ ഇടയിൽ ആ ഒരു ഡിസ്കഷൻ ഉണ്ട് ഞങ്ങള്. എനിക്ക് വളരെ അഭിമാനമാണ്. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നിങ്ങൾ പ്രാക്ടിക്കൽ പറയാത്ത കാര്യം ഇപ്പൊ പറയാനല്ലേ പറഞ്ഞു. അതിനോടാണ് താങ്ക്സ് പറയുന്നത്. കാരണം ഒരു ക്ലാസ്സിൽ കയറാനായിട്ട് ഒരു ടീച്ചറിന് താല്പര്യം തോന്നണം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടായിരിക്കും, ഒരു ദിവസമാണ് കിട്ടുന്നതെങ്കിലും ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ചില ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇപ്പൊ റീജ പലപ്പോഴും ചോദിക്കാറുണ്ട് ടീച്ചറിന് മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, വിഷമിച്ചിട്ടാണോ? പക്ഷെ അത് സത്യമാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ കറക്റ്റ് ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു ക്ലാസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു പ്രഷർ ഇല്ല ഈ ക്ലാസ്സിൽ. ബാക്കി ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണ് കുട്ടികൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേറെ ബാച്ചസില്. അതായത് അതിൽ സ്ട്രെങ്ത് കൂടുതലാണ്. ബാക്കിയുള്ള ബാച്ചസിലൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ആണ്. ചില കുട്ടികളെ ഭയങ്കരമായിട്ട് നമ്മള് എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ടീച്ചർ കുറെ എക്സാമ്പിൾ പറഞ്ഞു തന്നില്ലേ, എങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് മനസ്സിലായില്ലെന്നുള്ളൂ. നമുക്ക് ജീവിതവുമായി റിലേറ്റ് ചെയ്താണ് കുറെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ അത്രയും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ അതിനനുസരിച്ച് ടീച്ചേഴ്സിനോടൊന്ന് ബിഹേവ് ചെയ്യേണ്ട. ആ ബിഹേവിയേഴ്സ് ഒക്കെ കുറവാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങള് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ കണ്ണ് കെട്ടാതിരിക്കട്ടെ കേട്ടോ. അപ്പൊ എവിടെയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂളിൽ പോയാലും ആ സ്കൂളുകാർക്ക് അഭിമാനിക്കാൻ തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് ഉണ്ട്. അത് തന്നെയാണ് ഒരു ക്ലാസ്സിൽ എങ്ങനെയാണോ എന്നുള്ളതാണ് നിങ്ങളുടേത്. അത് നിങ്ങളുടെ ഒരു ഇന്റർ ബിഹേവിയർ ആണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അങ്ങാടാണ് ഞങ്ങൾ കാണിച്ചു പറയുന്നത് ഇത്രയും നാള് നല്ലൊരു ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോയതിന് കേട്ടോ. വെരി പ്രൗഡ് മാം കേൾക്കുമ്പോ. ഓക്കെ, താങ്ക് യു മാം. കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് മാം. ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ നല്ല ഹാപ്പി ഉണ്ട്. അപ്പൊ പോകാറായ സമയത്താണ് ഇതൊക്കെ പറയുന്നത് അല്ലെ? ഏകദേശം നമ്മുടെ ക്ലാസ്സുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ഇൻഡെക്സസ് ഓഫ് മാൻ കേട്ടോ. ഇത് കഴിഞ്ഞ മാം വരില്ലേ? ഇത് കഴിഞ്ഞ നിങ്ങൾക്ക് 2-3 റിവിഷന്റെ ക്ലാസ്സസ് വരും, അത് മാത്രമേ കയറുള്ളൂ. പിന്നെ മാം അപ്പോ PG ക്ലാസ് എടുക്കുന്നില്ല? അത്ര വലുതായിട്ടുള്ളടോ PG എടുക്കാൻ. ഇല്ലാന്നല്ല, ഞാൻ എടുക്കാറില്ല. എനിക്ക് ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഡിപ്ലോമ ഉണ്ട്, PG ഉണ്ട്, ഇതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ PG കൂടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എടുക്കാറില്ല. വരുമായിരിക്കും, പിന്നെ ഓരോ ബാച്ചസ് കഴിയുമ്പോ കയറുമായിരിക്കും. മാം ഇത്ര നാള് വന്നതിൽ ഇന്നാണ് കേട്ടോ മാമിനെ സിന്ദൂരം ഇട്ട് കണ്ടത്. ആണോ? ഞാൻ ഇപ്പോഴേ കണ്ടു. ശ്രദ്ധിക്കാം മാം. നല്ല ഐശ്വര്യം ഉണ്ട്. ആ, സിന്ദൂരം എനിക്കിപ്പോ അമ്പലത്തിൽ പോയപ്പോ അവിടെ സിന്ദൂരം ഉണ്ടായിരുന്നു, തൊട്ടതാ. നല്ല രസമായിരിക്കും, സുന്ദരിയായിരിക്കും. ഓക്കെ, നമ്മളങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോ പൊട്ടുകൊടുക്കില്ല. അടിപൊളിയാണ്. താങ്ക്സ്. ഓക്കെ, പൊട്ട് തൊടാറുള്ളടോ. ഞാൻ പൊട്ടും തൊടാറുള്ള, കണ്ണൊന്നും എഴുതാറുള്ള, അങ്ങനെയൊക്കെ ചില തരത്തിൽ തോന്നലാണ്. വെറുതെ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർനെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരെ എടുത്ത് നിർത്തിയിട്ടുണ്ട്. എടുത്ത ഭാഗങ്ങള് ഒന്ന് വായിച്ചു നോക്കിയേ കേട്ടോ. നമ്മള് ഇനി ഒരു 3-4 ക്ലാസ് കൂടെ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് കയറാം കേട്ടോ. ഇനി നമ്മളങ്ങനെ കാണില്ല. ഓക്കെ, പിന്നെ എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് എല്ലാവരും പറ്റുന്ന പോലെ കോൺവൊക്കേഷന് വരാൻ ശ്രമിക്കണം കേട്ടോ. നല്ലൊരു മൊമെന്റ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരിക്കും നിങ്ങളുടെ പലരുടെ. അതായത് നിങ്ങളിപ്പോ ഓൺലൈനിലായിട്ട് ഒരു കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാത്ത കുറെ പേരുണ്ടാവും. ആ ഒരു ദിവസം ആ ഒരു കോൺടാക്ട് അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ വാങ്ങിക്കാന്നുള്ളത് വളരെ സന്തോഷമല്ലേ?
അപ്പൊ അതിനെ കുറിച്ച് ഇനി ഒന്ന് ആഗ്രഹിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അതൊക്കെ ഒന്ന് സ്വപ്നം കണ്ടു തുടങ്ങിക്കോ ആ ഒരു ദിവസത്തെ കുറിച്ച്. താല്പര്യം നിങ്ങൾക്ക് ഏകദേശം ഏത് മന്തിലേക്ക് ആവുമെന്നല്ല അറിയോ? നവംബറിനുള്ളിൽ ചിലപ്പോൾ ആകുമായിരിക്കും. എക്സാം കഴിഞ്ഞിട്ടാണ്. ചോദിച്ചോട്ടെ, ആരെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടോ ഇതുവരെ പഠിച്ചിട്ടുള്ളതില്? ഫെയിൽ ആയിട്ടുണ്ടോന്നോ? ഉണ്ടല്ലോ, 2-3 കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. വേറെ വേറെ ബാച്ചസ്. അത് ക്ലാസ്സിൽ കയറൂല, ആക്ടിവിറ്റീസ് ചെയ്യൂല, വൈവ് അറ്റൻഡ് ചെയ്യൂല. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ജയിപ്പിക്കണോ? മാം ഇത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, 3-4 കുട്ടികളുണ്ട്, വലിയ ഫാമിലിയാണ്, ഈ ഒറ്റക്കാണ്, ആരും നോക്കാനില്ല. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ വരെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് എല്ലാ മെറ്റീരിയൽസും ഉണ്ടാക്കി ഇത് വൈവ ചെയ്യുമ്പോ ശരിക്കും പറഞ്ഞ സങ്കടം വരും. അവരുടെ വീടൊക്കെ കണ്ടു കഴിഞ്ഞാല് എല്ലാ മെറ്റീരിയൽസും എന്ത് ഭംഗിയായിട്ട് ഉണ്ടാക്കിയെന്നറിയോ? അത് അവരുണ്ടാക്കിയതാണെന്ന് മനസ്സിലാവണമെങ്കിൽ അവർ പറയും. നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും കാര്യങ്ങൾ. നമുക്കറിയാം നിങ്ങൾ ചെയ്തതാണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതെ വെറുതെ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, അങ്ങനെയുള്ളവരെ നമുക്ക് എക്സാമിനൊക്കെ പെട്ട തെറ്റുകളാണ് എഴുതി വെക്കുന്നത്. അങ്ങനെ 2-3 പേരൊക്കെ ഫെയിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവര് വേറെ ബാച്ചിന്റെ കൂടെ പിന്നീട് രണ്ടാമത് പഠിച്ചത് എഴുതിയെടുക്കുന്നുണ്ട്. 1-2 പേരൊക്കെ, എല്ലാവരും ഇല്ല, കുറച്ച് പേര്. എന്താണ് സുരന്യ ചോദിച്ചത്? മാം PGയുടെയും കൂടെ കഴിഞ്ഞിട്ടാണോ കോൺവെക്കേഷൻ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം PGക്കാര് PG കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ വേറെ ബാച്ചിന്റെ കൂടെ ആയിരിക്കും ചിലപ്പോ വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയ്യോ, അത് കഷ്ടായി. നിങ്ങൾ എല്ലാവരും PGയിലില്ലല്ലോ അല്ലേ? ഇല്ല മാം, കുറച്ച് പേര്. ഇല്ല മാം, കുറച്ച് പേരേ ഉള്ളൂ. ചോദിച്ചിട്ട് പറയാം കൺഫേം ആക്കിയിട്ട് അല്ല. അങ്ങനെയാണ് നടത്താറ്. ഡിപ്ലോമ സെപ്പറേറ്റ് അങ്ങനെയാണ്. PGയുടെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആണല്ലോ. മാം അങ്ങനെയാണെങ്കിൽ പോലും PGയുടെയും കൂടെ വരുവാണെങ്കിൽ പോലും ഡിസംബർ ആവുമായിരിക്കുമോ? ഡിസംബർ നിങ്ങൾ രജീഷ് ടീച്ചർ കയറുമ്പോ ഒന്ന് ചോദിച്ചിരുന്നു. ടീച്ചറിനോട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുള്ളൂ. സമയം കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അടുത്ത ട്യൂസ്ഡേ കാണാം. ഇന്ന് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. എന്തോ ഇന്ന് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. അതെ മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് അടുത്ത മാസം 4-ാം തീയതി പ്രാക്ടിക്കലും വൈവയും അറ്റൻഡ് ചെയ്യാൻ വന്നുണ്ട്. അപ്പൊ നേരിട്ട് വൈവ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത്രയും പാസ്സാക്കിയിട്ട് വിടുന്നുണ്ടോ? നേരിട്ട് ആദ്യം വന്നതല്ലേ? വന്നതാ, വൈവ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പൊ എന്റെ ഒരു റെക്കോർഡ് ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പൊ അത് എടുക്കണം എന്ന് ശാന്യ മാം മറ്റേ അപർണ മാം പറഞ്ഞു. അതൊന്ന് ടീച്ചറിനോട് ചോദിക്കട്ടോ. ചോദിച്ചാൽ മതി. താങ്ക് യു. എന്തായാലും എനിക്ക് നേരിട്ട് വൈവയും കൂടെ അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടാവുന്ന.